പ്രിയമുള്ളവരെ, ജന്തർ മന്ദറിൽ പാറ്റകൾ നടത്തിയ സമരം അത് വിജയകരമായ പരിസമാപ്തിയിലെത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കഴിഞ്ഞ ദിവസം നീറ്റ് ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രമല്ല, പാറ്റകൾ ഉന്നയിച്ച എല്ലാ ഉപാധികളും സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നു ഏകപക്ഷീയമായി എന്ന റിപ്പോർട്ടുകളാണ് മാധ്യമങ്ങളുടെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ മേൽ യാതൊരു നിയമ നടപടികളും ഉണ്ടാകില്ല എന്ന് സർക്കാർ രേഖാമൂലം എഴുതി കൊടുക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജൻസികളുടെ സമരം പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. നമ്മൾ ഈ 24 മണിക്കൂർ മൊബൈൽ കുത്തിക്കളിക്കുന്ന ആളുകൾ, ജനറൽ നോളജ് ശ്രദ്ധിക്കാത്ത ആളുകൾ, പത്രം വായിക്കാത്ത ആളുകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന നമ്മുടെ കുട്ടികൾക്ക് ഇന്ത്യയിലല്ല ലോകത്തെല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ജൻസികളുടെ സമരവും ആ സമരത്തിൻ്റെ വിജയമൊക്കെ. നാം ഉൾപ്പെടെ പഴയ തലമുറ നമ്മുടെ കുട്ടികളെയൊക്കെ അവർ പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, മൊബൈലിൻ്റെയും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളുടെയും ഒക്കെ ഒരു ലോകത്താണ്, ജനറൽ നോളജ് ഇല്ല എന്നൊക്കെ കുറ്റം പറഞ്ഞിരുന്ന ആ തലമുറയാണ് നമ്മളെക്കാൾ വളരെ ക്രിയാത്മകമായി പ്രശ്നങ്ങളിൽ ഇടപെടുകയും അതിന് പരിഹാര മാർഗങ്ങൾക്ക് നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമാണ് എന്നതാണ് വസ്തുത. എന്തായാലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ സമരങ്ങൾ വിജയിക്കുക സ്വാഭാവികമാണ്. ചില സമരങ്ങളൊക്കെ പരാജയപ്പെടുക. അത് ജനങ്ങളെ അംഗീകരിക്കുന്ന, ജനങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സർക്കാർ എന്ന രീതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയില്ല. എന്തായാലും ജൻസിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ പറയാം. സാങ്കേതികമായിട്ട് നരേന്ദ്രമോദി സർക്കാർ ജൻസികളുടെ പാറ്റകളുടെ മുന്നിൽ കീഴടങ്ങി എന്നൊക്കെ നമ്മൾ വ്യാഖ്യാനിച്ചാലും ഒരു ജനാധിപത്യ രാജ്യത്തെ സർക്കാർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമാണ്. നേരത്തെ രണ്ടാം യു പി എ മന്ത്രിസഭയുടെ സമയത്ത് അണ്ണാ ഹസാരെ നയിച്ച സമരവും അതും വിജയകരമായി പര്യവസാനിച്ചിരുന്നു. അന്നും ചില ഉപാധികൾ, അതായത് അണ്ണാ ഹസാരെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ രണ്ടാം യു പി എ ഗവൺമെൻറ്റിന് അംഗീകരിക്കേണ്ടതായിട്ടും വന്നു. അതൊക്കെയും ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമാണ് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ വിജയം, ജൻസികളുടെ വിജയം ചിലരെയൊക്കെ അസ്വസ്ഥത ആക്കുന്നു എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം. അതായത് ചില തീവ്ര RSS പ്രൊഫൈലുകളൊക്കെയും ഈ ജൻസികളുടെ സമരത്തെ, ആ വിജയത്തെ അവർ വളരെ അസ്വസ്ഥമായിട്ടാണ് വീക്ഷിക്കുന്നത്. സാധാരണ മോഹൻദാസിനെ പോലെയുള്ള RSS ബുദ്ധിജീവികൾ മാത്രമല്ല, സാധാരണ ശാഖയിൽ വടികറക്കുന്ന ആളുകളുമൊക്കെ ഈ ജൻസികളുടെ സമരത്തെ, അതിൻ്റെ വിജയത്തെയൊക്കെ വളരെ അസ്വാരസ്യം കലർന്ന അല്ലെങ്കിൽ അസഹിഷ്ണുത കലർന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളാൽ എതിർക്കുന്നു എന്നത് മറ്റൊരു വസ്തുതയാണ്. ഈ TG മോഹൻദാസിൻ്റെ ഒരു പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ളതാണെന്ന് തോന്നുന്നു, പത്രിക എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ, അതിൽ അയാൾ പറയുന്നത്, ഞാനായിരുന്നു ഈ രാജ്യത്തെ ഭരണാധികാരിയെങ്കിൽ 4 സ്ക്വയർ ഫീറ്റിൽ, അതായത് ഈ സമരം നടക്കുന്ന 4 സ്ക്വയർ ഫീറ്റിൽ കർഫ്യൂ പ്രഖ്യാപിച്ചേനെ, എന്നിട്ട് സമരക്കാരോട് പിരിഞ്ഞു പോകുവാൻ 3-4 പ്രാവശ്യം ആവശ്യപ്പെട്ടില്ല എങ്കിൽ വെടിപ്പ് നടത്തിയേനെ, പിന്നെ ആ ശവങ്ങളൊക്കെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയേനെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എത്രമാൽ അസഹിഷ്ണുത കലർന്ന ഒരു പ്രസ്താവനയാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇനി ചില മാധ്യമ റിപ്പോർട്ടുകൾ അനുസരിച്ച് അയാൾ ഇങ്ങനെ കൂടി പറയുന്നുണ്ട്, നേരത്തെയൊക്കെ ഗോദ്രയിൽ സമരങ്ങളെയൊക്കെ നേരിട്ട പാരമ്പര്യമുള്ള ആളാണ് നരേന്ദ്രമോദി, പക്ഷേ ഇപ്പോൾ എന്താണ് അദ്ദേഹം സൗമ്യമായി പ്രതികരിക്കുന്നത് എന്ന ചോദ്യങ്ങളൊക്കെ TG മോഹൻദാസ് ഉന്നയിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു രാജ്യത്തെ സമരത്തോട്, വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു ജനകീയ സമരത്തോട് RSSൻ്റെ ബൗദ്ധിക മേധാവി എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പരമാർത്ഥം. ഈ സമരത്തിൽ